പാലക്കാടും ചേലക്കരയും നടന്ന ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായിരുന്ന സന്ദീപ് വാര്യർ എൻ.ഡി.എ വിട്ട്, അതായത് വർഗീയ കക്ഷികളുമായുള്ള കൂട്ട് ഉപേക്ഷിച്ച് കൃത്യമായും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നതോടുകൂടി നിരവധിയായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തുടങ്ങി എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും CPIM-ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്റ്റെതസ്കോപ്പ് അടയാളത്തിലാണ് ഡോക്ടർ സരീറിനെ ഇറക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം പോലും അനുവദിച്ചില്ല. അതായത് CPM BJP പ്രത്യക്ഷ വോട്ട് കച്ചവടമാണ് അവിടെ നടന്നത്. എന്നിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. മാത്രമല്ല BJP അടക്കി വാണിരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ 4,500-ലധികം വോട്ടിൻ്റെ ലീഡ് നേടിയെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയത്. കണ്ണാടി പഞ്ചായത്തിലും അതുപോലെ തന്നെ മാത്തൂരിലും പിരായിരിയിലും ഒക്കെ റെക്കോർഡ് ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്. അതിലേക്ക് കടക്കുന്ന വേളയിൽ സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നിരവധി പേർ പതുക്കെ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരും എന്നുള്ളത്. അദ്ദേഹത്തിനെ ആദ്യമൊക്കെ പുച്ഛിച്ചു തള്ളി, നിങ്ങളോടൊപ്പം ഒരു നക്കിപ്പൂച്ച പോലും കൂടെ പോകില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, നിരവധിയായിട്ടുള്ള BJP നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അതായത് കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ ശ്രമം 2026-ലും പിണറായി വിജയൻ്റെ തുടർ ഭരണം ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, വോട്ട് മറിക്കാൻ കഴിയുമോ? കാരണം കോൺഗ്രസ് ദുർബലമായാലേ അവർക്കൊരു ഭാവിയുള്ളൂ എന്ന് കൃത്യമായി അറിയുന്ന നേതാക്കളാണ് BJPക്കാർ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ അറിവോടുകൂടി കേരളത്തിൽ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നയങ്ങൾ അവലംബിക്കുമ്പോൾ അതിനകത്ത് നിരവധിയായ നേതാക്കൾ BJP വിട്ടുവരികയാണ്. അത് ഒരു ശുഭ സൂചനയായി തന്നെയാണ് UDF-ലെ സഖ്യകക്ഷികളും, കോൺഗ്രസ് മാത്രമല്ല UDF-ലെ മറ്റ് സഖ്യകക്ഷികളും കൃത്യമായി പറയുന്നത്. കെ സുരേന്ദ്രനെ പോലുള്ളവർ നയിക്കുന്ന ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാകും എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ നിരവധിയായ വാർത്താ സമ്മേളനങ്ങളിൽ കൃത്യതയോടെ പറഞ്ഞത്. അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ BJP-യിലായിരുന്നപ്പോഴും നിരവധി പേർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ആക്രമിക്കാൻ വരെ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത് നഗ്നമായി അദ്ദേഹം വിളിച്ചു പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതെല്ലാം ഒരു പ്രത്യേക ലോബിയുടെ താല്പര്യപ്രകാരമാണ് എന്നുള്ളതും പറഞ്ഞു. ഏതായാലും ഇപ്പോൾ കരുവന്നൂർ കുടകര വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിതീവ്രമായി തന്നെ സന്ദീപ് വാര്യർ എടുത്തു പറയുകയാണ്. അവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ അഡ്ജസ്റ്റ്മെൻ്റാണ് നടന്നിരിക്കുന്നതെന്നും അത് കേന്ദ്രത്തിൻ്റെ അറിവോടുകൂടിയാണെന്നും കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ അറിവോടുകൂടി തന്നെയാണ് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരിക്കുന്നു.